ആരെങ്കിലും കിട്ടിയാണെന്നൊക്കെ തോന്നും നമുക്ക്. ആരും പറയില്ല സത്യമായിട്ടൊന്നും ആരെ. പിന്നെ നമുക്ക് എന്താ നമ്മള് അയ്യേ ഈ ചേച്ചി എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? ആരെയൊക്കെയും ഒക്കെ കിട്ടിയാൽ മതിയെന്നോ? എന്ത് സമയത്ത് എന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ബാക്കി നമുക്ക് കണ്ടുവരാട്ടാ. നമ്മള് എന്തുവാ സ്വർഗലോകത്തൊക്കെ ആയിരിക്കും ഫെമിനിസ്റ്റുകളുമായിട്ട് റിലേഷൻഷിപ്പ് ഒക്കെ അങ്ങനെ. അല്ലേടാ ഈ ചേച്ചി ഇത് പറയുന്നത് ഏതോ ഒരു സ്വർലോകത്തിൻ്റെ കാര്യമൊക്കെ ആണല്ലോ. ഇപ്പം എനിക്ക് ക്ലിക്കായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് വിശദീകരിക്കാം. ചേച്ചി പറയാൻ ഉദ്ദേശിച്ചത് ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന ഒരു കൂട്ടർ ആളുകളുണ്ട് പോലെ അവരായിട്ടൊക്കെ നമ്മൾ കൂടുതൽ അടുത്ത് ഇടപഴകിയാൽ അല്ലെങ്കിൽ ലവ് പ്രപ്പോസ് ചെയ്താൽ അവരായിട്ടൊക്കെ കൂടുതൽ സെക്സ് ചെയ്യാം എന്നാണ് ചേച്ചി ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ചേച്ചി ഇതൊക്കെ ട്രൈ ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കുമല്ലോ അതിനെക്കുറിച്ച് ഒരു മുൻധാരണ നമ്മൾ ഇവിടെ അറിയിക്കുന്നത്. പിന്നെ ചേച്ചി ഏതൊരു വീഡിയോയിൽ കിടന്ന് മോങ്ങുന്നുണ്ട്. എന്തെന്നാണ് എന്നെ എല്ലാവരും വെടിയും ഞാൻ വിളിക്കുന്നത് ഇങ്ങനത്തെ തോന്നിവാസം പറഞ്ഞ വെടിയെന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കുക? കണ്ടയച്ചാലും മതി വളച്ചെടുക്കാൻ പറ്റിയൊരു മുതൽ ചരക്ക്. എല്ലാവരും ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്താൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യൂല. ഞാൻ അങ്ങോട്ട് പോയിട്ട് ചേച്ചിക്ക് പിന്നെ അതൊക്കെ കാണണമല്ലോ. എല്ലാ കാര്യങ്ങളും ഒന്ന് കണ്ടറിഞ്ഞാലല്ലേ ഒരാൾ പ്രേമിക്കാൻ പറ്റത്തുള്ളൂ. പ്രേമിച്ചാൽ മാത്രമല്ലേ മറ്റു പലതും നടക്കത്തുള്ളൂ. ചേച്ചിയുടെ പറച്ചിലൊക്കെ എനിക്ക് മനസ്സിലായി. എന്നെ വിശദീകരിക്കുന്നില്ല, എനിക്കാവുന്നില്ല. അത് ഇപ്പൊ ഞാൻ IPL കഴിച്ചാലും പ്രഗ്നന്റ് ആവുന്ന ആൾക്കാരുണ്ട്. ഓവുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ IPL ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓവുലേഷനെ തടയുക എന്നുള്ളത് മാത്രമാണ് IPL ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ പറയാം, പക്ഷെ സാഹചര്യം മനസ്സിലാവും. നമ്മൾ എല്ലാവരെയും എമ്പതിയോടുകൂടെയാണ് കാണേണ്ടത്. ഇപ്പൊ നമ്മളിപ്പം ഒരു കാര്യത്തെ പറ്റി പറയുമ്പോൾ ഒരു വശം മാത്രമല്ല ചിന്തിക്കേണ്ടത്. നിങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നെ പറയാൻ സമ്മതിക്കണം. ഞാൻ പറയില്ല. കാരണം പറയുന്ന ആൾക്ക് മനസ്സിലാക്കുന്ന ആൾക്കാർ പറഞ്ഞത് കാര്യമുള്ളൂ. നമ്മൾ മീഡിയ എന്താ കാണിക്കുന്നത്? 19 വയസ്സുള്ള ഒരു യുവതി കുട്ടീനെ പുറത്തേക്ക് ജനലിലൂടെ വലിച്ചെറിഞ്ഞു. അപ്പൊ നമ്മൾ എല്ലാവരുടെയും മനസ്സിൽ ആ യുവതിനെ പറ്റി ക്രൂരത ഇമേജ് ആണ് ഉണ്ടാവുന്നത്. പക്ഷെ ഇതിന്റെ പുറകെ ആളുകൾ ഇറങ്ങിയതുകൊണ്ടാണ് എല്ലാ ചാനലിലും ന്യൂസ് ചാനലിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു 19കാരി ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ജനലിലൂടെ വലിച്ചെറിഞ്ഞ കാര്യം. ചേച്ചി ഇവരെയൊക്കെ സപ്പോർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവതാരകൻ ചോദിച്ചപ്പോൾ ചേച്ചി പറയുന്നത് ഈ സമൂഹത്തിൽ എല്ലാ സ്ത്രീകളും തെറ്റ് ചെയ്ത സ്ത്രീകളെല്ലാവരും എമ്പതിയോടെയാണ് കാണുന്നത്. ആരും അവരുടെ ഭാഗത്ത് നിൽക്കുന്നില്ല. അത് ഇങ്ങനത്തെയൊക്കെ ചെയ്താൽ ഒരു ജനിച്ച കുഞ്ഞിനെയൊക്കെ കൊല്ലുന്നത് അത്ര ശരിയായ കാര്യമാണ്? ഒരു സ്ത്രീക്കും അത് നടക്കാൻ സാധ്യതയുള്ള കാര്യമല്ല ആ കുട്ടി ചെയ്തത്. ചെറിയ കുട്ടി ആയിക്കോട്ടെ. എനിക്ക് പല മാർഗങ്ങളും ഉണ്ടായിരുന്നു. നിരോധന മാർഗം, അല്ലെങ്കിൽ IPL കഴിക്കുക, അങ്ങനെ പലതും ഉണ്ടായിരുന്നില്ല. അബോർഷൻ, ഇതൊക്കെ ചെയ്യായിരുന്നു. എന്തിനതിങ്ങനെ ചെറിയൊരു ക്രൂരത? നല്ലല്ലെങ്കിൽ നമുക്ക് അവരോട് വലിയ ഇതൊന്നും ഉണ്ടാവത്തില്ല. അങ്ങനെ പല ആൾക്കാർക്കും ഉണ്ടാവും, ചില ആൾക്കാർ പറയത്തില്ല. അത് എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അവതാരകൻ്റെ കിളി പോയി എന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ വർത്തമാനം കേട്ടിട്ട് ഒരാണിന് പോലും ഇങ്ങനെ പറയാൻ പറ്റത്തില്ല എന്നാണ് തോന്നുന്നത്. ചേച്ചി പറയുന്നത് ഒരു ബോയ് ഫ്രണ്ടായിട്ട് നല്ലൊരു രീതിയിൽ എന്തായിരുന്നു റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ, എല്ലാ രീതിയിലും ഫിസിക്കലും എല്ലാ രീതിക്കും റിലേഷൻ ഇല്ലെങ്കിൽ, നല്ല രീതിക്കില്ലെങ്കിൽ ഒത്തുപോകാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ഈ കേട്ടിരിക്കുന്ന അവതാരകൻ്റെ അവസ്ഥ